കലോത്സവ നഗരി ഇങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളൂ. ഒരുപാട് ജനപ്രിയ ഐറ്റങ്ങൾ ഇന്ന് അരങ്ങേറുന്ന ദിവസമാണ്. ഇന്നലെയും നമ്മൾ കണ്ടതാണല്ലേ പ്രവിത. ആദ്യം തന്നെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, സംഘനൃത്തം ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ സംഘനൃത്തം കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രധാന വേദിയിൽ ആദ്യം ഒപ്പനയാണ്. ഒപ്പന മത്സരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ണിനും കാതിനും ഒക്കെ ആനന്ദം പകരുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരുങ്ങി ഇങ്ങനെ ഒപ്പന മത്സരത്തിനുള്ള മത്സരാർത്ഥികൾ പോകുന്ന കാഴ്ചകളുണ്ട്. അതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പ്രവിത, ഇന്നലെ ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു. പ്രവിത അങ്ങ് വല്ലാതെ ആയിപ്പോയല്ലോ, ഒരുപാട് ചൂടത്ത് നിൽക്കേണ്ടി വന്നു. വൈകിട്ടായപ്പോഴേക്കും കുറച്ച്, പക്ഷേ രാത്രി നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല മഴ പെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ചൂടത്തങ്ങ് വലിഞ്ഞു പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം സ്മിത പറഞ്ഞ് നിർത്തിയെടുത്തും തുടങ്ങാം. രാവിലെ ഈ പ്രധാന വേദിയിൽ ഒപ്പന മത്സരം നടക്കുന്നുണ്ട്. 9:30യോടെയാണ് ഒപ്പന മത്സരം നടക്കുന്നത്. അതിനുശേഷം 2 മണിക്കാണ് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം. ഇനിയിപ്പം രണ്ടാമത്തെ വേദിയിലേക്ക് വന്നാൽ തിരുവാതിര കളിയാണ് ആദ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ. നാടോടി നൃത്തമുണ്ട്. അത് കഴിഞ്ഞ് 3-ാമത്തെ വേദിയിൽ നാടകം, 4-ാം വേദിയിൽ ഭരതനാട്യം, ആൺകുട്ടികളുടെ ഭരതനാട്യമുണ്ട്. പിന്നെ പൂരക്കളി, കേരള നടനം, കുച്ചിപ്പുടി, മാർഗം കളി, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, തുള്ളൽ, കഥകളി സംഗീതം, കഥകളി ഗ്രൂപ്പ്, ലളിതഗാനം, അങ്ങനെ സംഘഗാനം, അങ്ങനെ ഒരുപാട് കളറാണ് ഇന്ന് കളർഫുൾ ഐറ്റംസ് തന്നെയാണ് കലോത്സവ വേദികളിൽ ഉണ്ടാവുക. അതിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം വേദികളെല്ലാം വേറെ വേറെ ഇടത്താണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിക്കരികിലുള്ള നമ്മുടെ പവലിയനിലാണ്. അപ്പം കൂടുതൽ കലാകാരന്മാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാം, അവരെയൊക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനും കൂടി നമ്മൾ കൊല്ലത്തായിരുന്നപ്പോ കണ്ട ഒരു കാര്യം, ഈ നാടകത്തിന്റെ അന്ന് കൊല്ലത്തുകാർക്ക് ഒരു പ്രത്യേകതയാണല്ലോ, തോപ്പിൽവാസിയുടെ നാട് കൂടിയാണ്. അപ്പൊ കൊല്ലത്ത് നാടക മത്സരങ്ങൾ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. വളരെ വികാരാധീനരൊക്കെ ആയിട്ടാണ് ഈ നാടകങ്ങൾ അവരിരുന്ന് കണ്ടത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നാടക മത്സരത്തിന് അത് ഏത് രീതിയിലാണ് അവരതിനെ എടുക്കുക എന്ന് കണ്ടറിയണം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ നാടകത്തിനെ സ്നേഹിക്കുന്നവർ തലസ്ഥാന നഗരിയിലും ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയുള്ളവർ വരികയും ചെയ്യും. പിന്നെ അതുപോലെ പ്രവിത പറഞ്ഞതുപോലെ തന്നെ ജനപ്രിയ ഇനങ്ങൾ ഒരുപാടുണ്ട്. സാധാരണഗതിയിൽ പോകെയാണ് അത് വരാറ്. ഇത്തവണ ഇന്നലെ തന്നെ തുടങ്ങിയിരിക്കുന്നു. ബാക്കി ഇന്നും കാണാൻ പോകുന്ന പൂരമാണ്, പറഞ്ഞറിയിക്കുന്നില്ല. രാവിലെ തന്നെ നല്ല ഊർജ്ജത്തോടു കൂടി തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത്. വലിയ അനൗൺസ്മെന്റ് ഉണ്ട്, പാട്ടുകളുണ്ട്, മേളങ്ങളുണ്ട്. നമ്മുടെ മേഘന അവിടേക്ക് ഒന്ന് പോയിട്ടുണ്ട് അല്ലെ, ഒപ്പന മത്സരങ്ങൾക്ക് തയ്യാറാകുന്നത് കാണാൻ വേണ്ടി മേഘന പോയിട്ടുണ്ട്. അപ്പൊ മേഘനയിലേക്കൊക്കെ നമ്മൾ വരാം. അതോടൊപ്പം ഇവിടെ കുറച്ച് കലാകാരന്മാർ തയ്യാറായിരിപ്പുണ്ട്. വരുന്നതിന് മുന്നേ നമ്മുടെ ശ്രീകണ്ഠൻ സാർ അവിടെ റെഡി ആയിട്ടുണ്ട്. സാർ ഇപ്പൊ സായി ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് കലോത്സവ വേദിയിലേക്കുള്ള യാത്രയിലാണ്. സാറിനോട് ചോദിക്കാം. സാർ ഗുഡ് മോർണിംഗ്. സാർ എവിടെ എത്തി സാർ? ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് സാറിനെ. ഞങ്ങൾ മാത്രമല്ല പ്രേക്ഷകർ. ഗുഡ് മോർണിംഗ് പ്രവിത ലക്ഷ്മി ആൻഡ് സ്മിത ഹരിദാസ്. സായി ഗ്രാമത്തിൽ നിന്ന് ഞാൻ വളരെ വേഗം ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുക കലോത്സവ വേദിയിലെ. കാര്യം കലോത്സവത്തിന്റെ തരിപ്പും ആവേശവും ഒക്കെ നമുക്ക് നേരിട്ടറിയണ്ടേ. അപ്പം ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അപ്പോൾ സായി ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വാർത്താ സമയത്ത് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സായി ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല ഈ പ്രതിഭയുടെ തിരയിളക്കം അവിടെ നിങ്ങൾ ആവോളം ആസ്വദിച്ച് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അത്ര വേഗത്തിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുക. മിന്നൽ യാത്രയാണ്. പക്ഷെ എന്ന് പറഞ്ഞ് അപകടം ഉണ്ടാക്കുന്ന വേഗമൊന്നുമില്ല, അതും കൂടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കും നമ്മളെപ്പോഴും അപകടത്തെക്കുറിച്ചും അത്യാഹിതത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആൾ തന്നെ മിന്നൽ വേഗത്തിൽ തലസ്ഥാന നഗരിയിലൂടെ പാഞ്ഞു പോകുന്നു. അങ്ങനെയില്ല, നമുക്ക് എടുക്കാവുന്ന സ്പീഡ് ലിമിറ്റൊക്കെ നിയന്ത്രിച്ച് അതിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുകയാണ്. ആയിരക്കണക്കിന് പ്രതിഭകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വേദികളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 8-ാം തീയതി വരെ ഈ കലോത്സവത്തിന്റെ പൊലിമയിലാണ് അനന്തപുരി. സ്മിത ഹരിദാസ്, ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ വരുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ച എന്തൊക്കെയാ? SKN വരുമ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണല്ലോ നമ്മുടെ പവലിയനുള്ളത്. അപ്പോൾ അവിടെ ഇന്ന് ഒപ്പന മത്സരങ്ങളാണ് ആദ്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒപ്പനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ മണവാട്ടി ഇങ്ങനെ ഒരുങ്ങി, മൊഞ്ചത്തി മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. പതിയെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് അത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്തിന്റെ ഈ കലകളോടുള്ള ഒരു ഇഷ്ടം അത് ഇന്നലെ വൈകിട്ട് കണ്ടതാണ്. ഇന്നലെ രാത്രി നമ്മൾ ഇവിടുന്ന് പോകും വരെയും മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഓരോ ഇനങ്ങളും സംഘനൃത്തമായിരുന്നു ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. അത് കാണാൻ ഒരുപാട് നിറഞ്ഞ സദസ്സായിരുന്നു. കണ്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമാണ് SKN. കാരണം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നോക്കൂല്ലേ, അവരെങ്ങനെയാണ് ഈ മത്സരങ്ങളെ കാണാൻ വരുന്നത്, എങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർ ഇതിനെ എടുക്കുന്നത്. കലാകാരന്മാരും കലാകാരികളും മാത്രമല്ലല്ലോ ഇവിടെ എത്തുന്നത് അല്ലേ. അതെ, നമുക്കിനി ഇവിടെ ഇപ്പൊ കുറച്ച് കലാകാരന്മാർ തയ്യാറായിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് വെയിൽ കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട്.
അപ്പൊ ആ കുട്ടികളുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോയാലോ പോയാലോ? സ്മിത? അതെ. ഹലോ, എന്താ പേര്? നവനീത്. ഏത് സ്കൂളിൽ നിന്നാ വരുന്നത്? ഗുരുകുലം. പാലക്കാട്. ഓക്കെ. കഴിഞ്ഞ വർഷമൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല, ഞാൻ ഗിറ്റാർ ഇൻഡിവിജ്വലിന് ആദ്യമായിട്ടാണ് HSS വിഭാഗം. വൃന്ദവാദ്യത്തിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി രണ്ടുപേരും കൂടി ഇവിടെ ഇരിപ്പുണ്ട്, അവരോടും കൂടി ചോദിക്കാം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ, ശ്രീഭുവൻ. ശ്രീഭുവൻ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ? ഞാനിപ്പോ +2 പഠിക്കുന്നു. അതെ, ഇപ്പോ കലോത്സവം പിന്നെ അക്കാഡമിക്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ ശ്രീഭുവൻ, ഞാനിവിടെ ഉണ്ട്. ശ്രീഭുവൻ എന്തിനായിരുന്നു മത്സരിച്ചത്? ഞാൻ ഉറുദു ഗസലിന്. എനിക്ക് ഇന്നലെയായിരുന്നു കോമ്പറ്റീഷൻ. ഇനി മാപ്പിളപ്പാട്ടുണ്ട്. മാപ്പിളപ്പാട്ട് 7-ാം തീയതിയാണ്. 7-ാം തീയതിയാണ്. ഉറുദു ഗസലിന് രണ്ടുപേരും നമുക്ക് പെട്ടെന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. हमारे और तुम्हारे प्यार में बस फर्क है इतना 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 इधर तो जल्दी जल्दी है उधर आहिस्ता आहिस्ता. അടിപൊളി അടിപൊളി. നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ? വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് ഈ മോനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം വളരെ പെട്ടെന്ന്. മോന്റെ പേരെന്താ? തേജസ്. തേജസ് ഏത് ഐറ്റമാണ്? ഗിറ്റാർ. ഒരുപാട് വർഷമായോ പഠിക്കാൻ തുടങ്ങിയിട്ട്? തേജസ് ഏത് ക്ലാസ്സിലാണ്? 10th അപ്പം ഹൈസ്കൂൾ വിഭാഗത്തിൽ അവസാന മത്സരമാണ്. ഇനി ഹയർ സെക്കൻഡറി. ഓക്കെ. അപ്പൊ നമുക്ക് ഇവരുടെ പ്രകടനത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. വളരെ പെട്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ അതോ ഒറ്റയ്ക്കാണോ ചെയ്യാ ഇത് പ്രേക്ഷകർക്ക് വേണ്ടി? ഓക്കെ, ഫൈൻ. അടിപൊളി. പെട്ടെന്ന് തന്നെ. കവിതകളാ കനവുകളാ കായൽ വിഴിയേ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா മുഖം കാട്ടു നീ വെൺപനി ഓടാത നീ ഏറില്ല ഇതളോരമാ സിറു പുന്നകൈ നീ കാട്ടടി ഏമുല്ല നീ കവിതകളാ കനവുകളാ കായൽ വിഴിയേ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே. ഇത് നിർത്തണമെന്ന് പറയാൻ പോലും തോന്നുന്നില്ല, അത്ര രസം ഉണ്ടായിരുന്നു. മനോഹരമായിരുന്നു അല്ലേ? പ്രഭാതം നല്ല തുടക്കമാണല്ലേ കലോത്സവ. ഉറപ്പായിട്ടും. നമ്മുടെ സാറ് എവിടെ എത്തിയെന്ന് നോക്കാറായോ പ്രവിത സാർ? സ്മിത എവിടെ? സാറ് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ പ്രത്യേകം സാറ് പറഞ്ഞു അങ്ങനെ അമിത വേഗത്തിലൊന്നും വരില്ല, പെട്ടെന്ന് എത്താനുള്ള ഇത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാര്യം തലസ്ഥാന നഗരിയുടെ ഹൃദയത്തിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എത്രയോ കാലം നമ്മൾ വളർന്ന ഒരു നഗരമാണിത്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നഗരത്തിലേക്ക് വന്ന ആളുകളൊന്നും പിന്നെ മടങ്ങിപ്പോവില്ല. എന്നാൽ ഈ നഗരത്തിൽ വന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ഈ നഗരത്തെ കുറ്റം പറയും. പക്ഷെ എന്നാൽ നിങ്ങളൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ ആരും പോകത്തില്ല. ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ചേക്കേറിയിട്ടുള്ള ഒരു മഹാനഗരമാണ് തിരുവനന്തപുരം. നമുക്ക് ഒരുപാട് ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ അത്ര കൂടുതലാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും 3 രൂപയ്ക്ക് ദോശയൊക്കെ കിട്ടുന്ന നഗരമാണ്. വേണമെങ്കിൽ നമുക്ക് 10-12 രൂപ കൊണ്ട് അത്താഴമൊക്കെ കഴിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നഗരമാണ്. ഞാനൊക്കെ രാത്രി തട്ടുകട ദോശ മാത്രം കഴിച്ചൊക്കെ കടന്നു പോയിട്ടുണ്ട്. അത്തരം അത്താഴത്തിൻ്റെ കാലമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ അന്നപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ പോലുള്ള ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ദോശയും ചുട്ട പപ്പടവും ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ വില കുറച്ച് മതി ചമ്മന്തിയൊക്കെ ആയിട്ട് ജീവിതം കഴിയാൻ. അപ്പം നമുക്ക് അങ്ങനെ പല കടകളും, ഞാൻ പറയുന്ന ഈ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളല്ല, ചെറിയ ചെറിയ ഹോട്ടലുകൾ, സാധാരണക്കാർക്ക് ജീവിക്കാനും മധ്യവർഗത്തിലുള്ള ആൾക്കാർക്ക് ജീവിക്കാനും ഒക്കെ പറ്റിയ ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. പിന്നെ ആൾക്കാർ പറയും ഈ നഗരത്തിലുള്ള ആളുകൾക്കൊക്കെ ചില ആൾക്കെങ്കിലും ഇത്തിരി സ്ലോ ആണോ, അത് അങ്ങനെയും പറയുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ ചടുലമായി ജീവിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട്. ഇനി നമുക്ക് ഒപ്പനയുടെ കാഴ്ചയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കലോത്സവ വേദിയിലേക്ക് ഞാൻ ഇനി വളരെ കുറച്ച് സമയം മതി. അപ്പോൾ മേഘന, ഗുഡ് മോർണിംഗ്. മേഘന, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമ്മുടെ ഒപ്പന വേദിയിലൊക്കെ തന്നെ കലാകാരികളൊക്കെ റെഡിയായി കഴിഞ്ഞോ? മത്സരം അവിടെ ആരംഭിക്കാറായോ? ഗുഡ് മോർണിംഗ് SKN. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒപ്പന വേദിക്ക് തൊട്ടരികിലാണ്. ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയാണ് ഇപ്പോൾ 9:30 നടക്കാനിരിക്കുന്നത്. അതിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് നമ്മുടെ മണവാട്ടിമാരും തോഴിമാരും ഒക്കെ. അതിനുള്ള ഒരു അവസാനഘട്ട തയ്യാറെടുപ്പ് അവർ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഇനി അവസാനമായി ഇനി എന്തെങ്കിലും തരത്തിൽ മിനുക്കുപണികൾ ചെയ്യാൻ അവരുടെ മണവാട്ടി റെഡി ആയിട്ടില്ല. ബാക്കി അവരൊക്കെ തയ്യാറായി കഴിഞ്ഞു. അത്തരത്തിൽ ഈ ഒരു പരിശീലനം അവസാനഘട്ടമായി 1ാം സ്ഥാനം അടിക്കാനുള്ള എല്ലാ ഘട്ട പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇവിടെ മണവാട്ടിയില്ല, മണവാട്ടിക്ക് പകരം ഞാനിപ്പോൾ തൽക്കാലമായി നിൽക്കുകയാണ്. കുട്ടികൾ എല്ലാവരും ഇവർ ഹൈസ്കൂൾ വിഭാഗക്കാരാണ്. ഇവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എവിടെ നിന്ന് വരുന്നവരാ? പത്തനംതിട്ടയിൽ നിന്ന്. ഏത് സ്കൂളാണ്? സെന്റ് മേരീസ് GHS കോഴഞ്ചേരി. മുന്നേ ഇവിടെ സംസ്ഥാന കലോത്സവത്തിൽ വന്നിട്ടുണ്ടോ? ആ, ഞങ്ങൾ 3 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് വരുന്നവരാ. 1ാം സ്ഥാനം നേടിപ്പോയവരാണോ? ആ. SKN ഇവർ 1ാം സ്ഥാനം നേടി കഴിഞ്ഞ 3 തവണയായി 1ാം സ്ഥാനം നേടിപ്പോയവരാണ്. ഈ തൊട്ടരികിലുള്ള ഈ വേദിയിലേക്ക് തന്നെയാണ് ഇവർ ആദ്യ ടീമായി മത്സരിക്കാൻ എത്തുന്നതും. ഇവരുടെ മത്സരമാണ് നമുക്ക് ഇനി കാണേണ്ടത്. നമുക്കൊരു SKN വേണ്ടി ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചാലോ? റെഡിയല്ലേ? ഒന്ന് ഉഷാറായേ? റെഡി. അപ്പോ ഇവരുടെ ഒരു പെർഫോമൻസ് കാണാം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. പോരിശേറിയ രാവ് പുതുനാരി ഫാത്തിമ മോള്, പോരിശേറിയ രാവ് പുതുനാരി ഫാത്തിമ മോള്, പാരിടമാകെയും 100 നുജൂമുകൾ തെളിമ പരത്തിടലായി, പാരിടമാകെയും 100 നുജൂമുകൾ തെളിമ പരത്തിടലായി, ആളൊരു കൗതുകതാര് ഗുണമാകെ ജന്നത്തിൽ ഹൈറ്, ആളൊരു കൗതുകതാര് ഗുണമാകെ ജന്നത്തിൽ ഹൈറ്, ഹൈറുകളൊത്ത തറവാടിൻ മകളൊത്തു സുബർഗമിലായി, ഹൈറുകളൊത്ത തറവാടിൻ മകളൊത്തു സുബർഗമിലായി, സ്വർഗമിലെത്തിയ നൂറായി മണിസാദരം പൊന്നലിയാരായി, സ്വർഗമിലെ. SKN ഈ ഒപ്പന എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. കൃത്യമായ ചുവടുകൾ വെച്ചുകൊണ്ട് അവർ ഒരുപാട് കാലത്തെ പരിശീലനത്തിന് ശേഷമാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ 1ാം സ്ഥാനം നേടി ഇവിടെ നിന്ന് മടങ്ങുമെന്ന് തന്നെയാണ്. അങ്ങനെയല്ലേ? 1ാം സ്ഥാനം നേടില്ലേ? നേടും. മണവാട്ടി എവിടെ? മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 9:30 ഇവർക്ക് ഈ MT നിലയിലാണ് മത്സരം. SKN ഇങ്ങ് എത്തുന്ന സമയത്ത് തന്നെ ഇവരും SKN വേണ്ടി ഇത്തരത്തിൽ പരിപാടികൾ അവതരിപ്പിക്കും. വലിയ ഒരു ദൃശ്യമികവൻ കലോത്സവത്തിലെ ഏറ്റവും ഗ്ലാമറസ് ഇനമാണ് ഒപ്പന. ഒപ്പനയ്ക്ക് വേണ്ടി ഇവിടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടികളും തയ്യാറാണ് SKN.